മുരുക്കുമ്പോഴേ ഒരു മതേതരത്വമാണ്. ആ മതേതരത്തിലൊരു മാതൃകയാണ് ഈ കാണുന്നത്. അവരെല്ലാവരും ഈ ഘോഷയാത്രയ്ക്ക് സംഭാവന തന്നിട്ടുണ്ട്, സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ജന്മനക്ഷത്രം. എക്കാലവും ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള ചടങ്ങുകൾ, മഹാശോഭയാത്ര സംഘടിപ്പിക്കാറുണ്ട്. ഇക്കൊല്ലവും വിവിധ വർണ്ണങ്ങൾ ചാലിച്ച വർണ്ണാഭമായ കാഴ്ച ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ മഹാശോഭയാത്ര നടന്നത്. കടിഞ്ഞംകുളത്തും മുരുക്കുംപുഴയിലും വളരെ വിപുലമായ ചടങ്ങുകൾ തന്നെയാണ് സംഘടിപ്പിച്ചത്. ഏതായാലും നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലോട്ട് പോകാം. കുഞ്ഞു കൃഷ്ണന്മാരെയും കുഞ്ഞു ഗോപികമാരെയും കാണുമ്പോൾ, അവരുടെ ഓമനത്വം തുളുമ്പുന്ന മുഖം കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ വേറിട്ടൊരനുഭവം തന്നെയാണ് ഈ ശോഭയാത്രയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിപ്പം നമ്മുടെ മുൻകാലങ്ങളിൽ നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ ഇടക്കാലങ്ങളിൽ വെച്ചിട്ട് കൊറോണ സമയത്തൊക്കെ ഇച്ചിരി താഴോട്ട് പോയെങ്കിലും ഇപ്പോൾ നമ്മൾ എല്ലാവരും, അതായത് നമ്മുടെ നാടിന് ഒരു വലിയൊരു ആഘോഷമാക്കി മാറണമെന്നല്ല, ഒരു വലിയൊരു കമ്മിറ്റി എടുക്കുകയും അതിൻ്റെ ഒരു ഒത്തൊരുമയിൽ പരമാണ് നമ്മൾ ഇത്രയും പ്ലോട്ടും ജനപങ്കാളിത്തവും കൊണ്ടുവന്നത്. ഇത് ഭഗവാന്റെ ഒരു ജന്മദിനം വളരെ സന്തോഷമായി ആഘോഷിക്കണമെന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്നു. അല്ല, നമ്മൾ ഈ ഭഗവാന്റെ കാര്യം പൊളിറ്റിക്കൽ ഉൾപ്പെടുത്തുന്നില്ല. ഭഗവാന്റെ കാര്യം ഇപ്പോൾ ഇനിയിപ്പോൾ ഹിന്ദുക്കൾ, അപ്പോൾ ഇതിന് എല്ലാവരും ഹിന്ദു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളിൽ പങ്കാളിയുണ്ട്, ക്രിസ്ത്യാനികൾ പങ്കാളിയുണ്ട്. മുരുക്കുമ്പോഴേ ഒരു മതേതരത്വമാണ്. ആ മതേതരത്തിലൊരു മാതൃകയാണ് ഈ കാണുന്നത്. അവരെല്ലാവരും ഈ ഘോഷയാത്രയ്ക്ക് സംഭാവന തന്നിട്ടുണ്ട്, സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജനപങ്കാളിത്തം എന്താ പറയുക, നമ്മുടെ ഓരോ പ്രാവശ്യങ്ങൾ പോകുന്ന ഓരോ ആഘോഷങ്ങൾ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. പാരമ്പര്യമായിട്ട് നമ്മൾ എത്രയോ വർഷം കൊണ്ട് കോഴമ്പടന്ന് മുല്ലശ്ശേരി ക്ഷേത്രം വരെയുള്ള ഈ വലിയൊരു ശോഭയാത്ര നടക്കുകയാണ്.
അതിൻ്റെ നമ്മൾ കൂടുതൽ ഓരോ വർഷം പോകുന്നതിനും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് വളരെ ഗംഭീരമാക്കണമെന്നാണ് ഈ ഒരു ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനം. അതിൻ്റെ ഫലമായിട്ട് വളരെ ഗംഭീരമായിട്ട് നമുക്കിതിപ്പം നടത്താൻ പറ്റി. വളരെ ജനപങ്കാളിത്തമുണ്ട്. ഇതിൽ എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രീയം കലർത്താതെ വളരെ ഭംഗിയായി നമ്മളുടെ കൂടെ സഹകരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ പേരിൽ എന്താ പറയുക അനുഗ്രഹങ്ങൾ കിട്ടട്ടെ, എല്ലാവർക്കും നല്ല കിട്ടട്ടെ എന്ന് കുറച്ച് മാത്രം ഇല്ല ഇത് നമ്മുടെ ഒരു ഹിന്ദുക്കളുടെ ഒരു ഉത്സവമാണ്. അതിലൊരു പൊളിറ്റിക്കൽ കാണുന്നില്ല. കാരണം ഇത് DYFIയോ കോൺഗ്രസ്സോ ആര് പ്രോഗ്രാം നടത്തിയാലും നമ്മളെ പോലുള്ള ഒരു വിഷയമേ അല്ല. കേരളത്തിൽ ഒറ്റ ബാലഗോകുലം തീരുമാനിക്കുന്നു ഇങ്ങനെ പരിപാടി നടക്കുന്നു വെച്ചാൽ അത് എവിടെയും നടന്നിരിക്കും, എങ്ങനെയും നടന്നിരിക്കും. അതിൽ നമ്മളൊരു പൊളിറ്റിക്കൽ ഉൾക്കൊള്ളുന്നില്ല. ബാലഗോകുലത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൃത്യമായി ചിട്ടാവട്ടങ്ങളോടുകൂടിയാണ് നമ്മൾ നടത്തുന്നത്. അതിൽ പൊളിറ്റിക്കൽ വിഷയമല്ല. നമ്മൾ എന്താ പറയുക, ഇനി ആരൊക്കെ ഘോഷയാത്ര നടത്തിയാലും നമ്മുടെ ഘോഷയാത്രയ്ക്ക് ഒരു മങ്ങലേൽക്കാതെ നമ്മൾ കൊണ്ടുപോകുന്നുള്ളത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് കൊണ്ടു കിടക്കുകയാണ്. അല്ലല്ല, അത് നമ്മൾ ഇപ്പം ഇതിൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് നബിദിനത്തിനൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ അവർ പ്രാവശ്യം നമുക്ക് വെള്ളം കൊടുക്കാനും മറ്റ് ബിസ്ക്കറ്റ് കൊടുക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനും ഇതിലൊക്കെ അവരിപ്പോൾ ഇതിന് എത്രയും പേര് ഫ്ലോട്ടുകൾ നമ്മളെ ഫ്ലോട്ടുകളെല്ലാം വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എല്ലാം ഭഗവാന്റെ ഓരോ സ്വരൂപങ്ങളാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതൊക്കെ എന്താ പറയുക, മനസ്സിൽ നാടിൻ്റെ ഒരു ആഘോഷമായി മാത്രമേ കാണുന്നുള്ളൂ. ഇതിൽ മതേതരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സന്ദേശമാണ് നമ്മൾ ഈ ശ്രീകൃഷ്ണ ജയന്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ മതത്തിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. കഠിനംകുളത്തും വളരെ വിപുലമായ ചടങ്ങുകൾ തന്നെയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. അതിന്റെ ദൃശ്യങ്ങളിലും Thank you.